എല്ലാവർക്കും ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വിൽ ഹാവ് ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. വിൽ ഹാവ് എന്നതിന് ഉണ്ടായിരിക്കും എന്നാണ് ആശയം വരുന്നത്. അതായത് നാം സാധാരണ പറയാറില്ലേ, എനിക്ക് ക്ലാസ് ഉണ്ടായിരിക്കും, ഡ്യൂട്ടി ഉണ്ടായിരിക്കും, എനിക്ക് അവധി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എന്നൊക്കെ. അതായത് ഭാവിയിൽ നടക്കാനിരിക്കുന്നതോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തോ ആയ പ്രവർത്തനങ്ങളെയോ അല്ലെ അവസ്ഥകളെയോ കുറിച്ച് വിവരിക്കുവാൻ വേണ്ടി നാം വിൽ ഹാവ് ഉപയോഗിച്ചാണ് പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഹാവ് എ മീറ്റിംഗ് ലേറ്റർ. എനിക്ക് പിന്നീട് ഒരു മീറ്റിംഗ് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ഐ വിൽ ഹാവ് എ മീറ്റിംഗ് ലേറ്റർ. ഇവിടെ ഭാവിയിൽ ഒരു ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു അല്ലേ. ഐ വിൽ ഹാവ് എ മീറ്റിംഗ് ലേറ്റർ. അടുത്തത്, ദേ വിൽ ഹാവ് എ പ്രസന്റേഷൻ ടുമോറോ. അവർക്ക് നാളെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. അതായത് അടുത്ത ദിവസം അല്ലെങ്കിൽ നാളെ ഒരു പ്രസന്റേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. അതിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാമല്ലോ. എന്നാൽ പോകാം നമുക്ക് നമ്മുടെ സെന്റൻസുകളിലേക്ക്. നാളെ എനിക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. ടുമോറോ ഐ വിൽ ഹാവ് ക്ലാസ്. ടുമോറോ ഐ വിൽ ഹാവ് ക്ലാസ്. അവർക്ക് ധാരാളം പണം ഉണ്ടായിരിക്കും. ദേ വിൽ ഹാവ് എ ലോട്ട് ഓഫ് മണി. ദേ വിൽ ഹാവ് എ ലോട്ട് ഓഫ് മണി. നിനക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. You will have the responsibility. You will have the responsibility. അവൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. She will have duty today. She will have duty today. അവൻ ആ ബിസിനസ്സിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കും. He will have partnership in that business. He will have partnership in that business. ബുധനാഴ്ച നിനക്കൊരു അവധി ഉണ്ടായിരിക്കും. You will have a holiday on Wednesday. You will have a holiday on Wednesday. ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. He will have a meeting in the afternoon. He will have a meeting in the afternoon. അവർക്ക് നാളെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. They will have a presentation tomorrow. They will have a presentation tomorrow. അവൾക്ക് ഡോക്ടറുമായി ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരിക്കും. She will have an appointment with the doctor. She will have an appointment with the doctor. പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഒരു ചർച്ച നമുക്കുണ്ടായിരിക്കും. We will have a discussion about the project. We will have a discussion about the project. തിങ്കളാഴ്ച അവനൊരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. He will have an interview on Monday. He will have an interview on Monday. ഇന്ന് വൈകുന്നേരം എനിക്കൊരു ഫോൺ കോൾ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. I will have a phone call this evening. I will have a phone call this evening. രാവിലെ എനിക്കൊരു കോൺഫറൻസ് കോൾ ഉണ്ടാകും. I will have a conference call in the morning. I will have a conference call in the morning. അടുത്ത ആഴ്ച അവന് പരീക്ഷ ഉണ്ടായിരിക്കും. He will have an exam next week. He will have an exam next week. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്ത വിൽ ബി ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ വീണ്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. തുടർന്ന് ഇന്ന് നാം പ്രാക്ടീസ് ചെയ്ത വിൽ ഹാവ് ഉപയോഗിച്ചുള്ള സെന്റൻസുകളും വിൽ ബി ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുമല്ലോ. ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക എന്നർത്ഥം. വിൽ ബി ആയിരിക്കും. വിൽ ബി ആയിരിക്കും. അതൊരു പ്രശ്നമായിരിക്കും. അതെങ്ങനെ വിൽ ബി കൂട്ടി പറയാം? അതൊരു പ്രശ്നമായിരിക്കും. ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. അവൻ അവിടെ ആയിരിക്കും. അവൻ അവിടെ ഉണ്ടായിരിക്കും എന്നർത്ഥം. അവൻ അവിടെ ആയിരിക്കും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നർത്ഥം. ഹി വിൽ ബി ദെയർ. ഹി വിൽ ബി ദെയർ. നാളെ അവധി ആയിരിക്കും. ടുമോറോ വിൽ ബി എ ഹോളിഡേ. ടുമോറോ വിൽ ബി എ ഹോളിഡേ. ഞാൻ വീട്ടിലുണ്ടാകും. I will be at home. I will be at home. അവൾ ജോലിയിലായിരിക്കും. She will be at work. She will be at work. അവർ സ്കൂളിലായിരിക്കും. They will be at school. They will be at school. അവൻ ക്ലാസ്സിലുണ്ടാകും. He will be in class. He will be in class. ഞങ്ങൾ പ്രാക്ടീസിലായിരിക്കും. We will be at practice. We will be
at practice. അത് ഉച്ചയ്ക്കായിരിക്കും. It will be in the afternoon. It will be in the afternoon. അവൾ സുഹൃത്തുക്കളോടൊപ്പമായിരിക്കും. She will be with friends. She will be with friends. അവർ പ്രാക്ടീസിൽ ആയിരിക്കും. They will be at practice. They will be at practice. ഞാൻ ജിമ്മിലായിരിക്കും. I will be at gym. I will be at gym. അവൾ മീറ്റിംഗിൽ ഉണ്ടാകും. She will be at meeting. She will be at meeting. അവർ കാറിലായിരിക്കും. They will be in car. They will be in car. ഞങ്ങൾ ബീച്ചിൽ ആയിരിക്കും. We will be at beach. We will be at beach. അത് പാർക്കിലായിരിക്കും. It will be at park. It will be at park. അവൾ മ്യൂസിയത്തിലായിരിക്കും. She will be at museum. She will be at museum. ഞാൻ പരിപാടിയിൽ ഉണ്ടാകും. I will be at event. I will be at event. അവൾ പാർട്ടിയിൽ ഉണ്ടാകും. She will be at party. She will be at party. അവൻ ഓഫീസിലായിരിക്കും. He will be in the office. He will be in the office. അവൾ വീട്ടിലായിരിക്കും. She will be at home. She will be at home. അവൻ ക്ലാസ്സിലുണ്ടാകും. He will be in class. He will be in class. അവൾ ഹോട്ടലിൽ ആയിരിക്കും. She will be at hotel. She will be at hotel. ഞാൻ കടയിലുണ്ടാകും. I will be at store. I will be at store. എങ്ങനെയുണ്ട്? വളരെ എളുപ്പമല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്ത will ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളും ഇന്ന് നാം മനസ്സിലാക്കിയ will be ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകളും ഒരുമിച്ച് ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ? ഞാൻ കഴിക്കും. I will eat. I will eat. അവൾ ഓടും. She will run. She will run. ഞങ്ങൾ കളിക്കും. We will play. We will play. അവൻ ഉറങ്ങും. He will sleep. He will sleep. അവൻ നൃത്തം ചെയ്യും. They will dance. They will dance. ഞാൻ വായിക്കും. I will read. I will read. അവൾ പാടും. She will sing. She will sing. ഞങ്ങൾ ചിരിക്കും. We will laugh. We will laugh. അവൻ ചാടും. He will jump. He will jump. അവർ പഠിക്കും. They will learn. They will learn. ഞാൻ എഴുതും. I will write. I will write. അവൾ വരയ്ക്കും. She will draw. She will draw. ഞങ്ങൾ നടക്കും. We will walk. We will walk. അവൻ സംസാരിക്കും. He will talk. He will talk. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാണാം കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ.